ഇവളോട് ഞാനിങ്ങനെ കുറേ വട്ടം സാധനം ചോദിച്ചപ്പോഴത്തേക്ക് ഇവളെൻ്റെ അടുത്ത് പറഞ്ഞ് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് കൊല്ലത്ത് കൊറിയർ ഓഫീസിൽ റീച്ചായി കിടപ്പുണ്ട് 2 ദിവസത്തിനുള്ളിൽ സാധനം എത്തുന്നു. ഈ 2 ദിവസം മതി കൊല്ലത്തുനിന്ന് നമ്മുടെ വീട്ടിലെത്താൻ സാധനം. എന്നിട്ട് ഞാൻ 2 ആഴ്ച വെയിറ്റ് ചെയ്തിട്ട് ഞാൻ എനിക്ക് വീണ്ടും മെസ്സേജ് അയച്ചിട്ട് വെച്ചിട്ട് 2 ആഴ്ചയായി ഇതുവരെ സാധനം വന്നിട്ടില്ല. അന്നേരം ഇവിടെ പറഞ്ഞ് കൊല്ലത്ത് കിടപ്പുണ്ട്, നീ ഒരു കാര്യം ചെയ്ത് നിങ്ങളുടെ അടുത്തുള്ള കൊറിയർ ഓഫീസിൽ പോയി തിരക്കാൻ പറഞ്ഞ് ഞാൻ അടുത്തുള്ള കൊറിയർ ഓഫീസിൽ പോയി തിരക്കിയിട്ട് സാധനം അവിടെ വന്നിട്ടില്ല. എൻ്റെ പേരിലൊരു സാധനമേ അവിടെ വന്നിട്ടില്ല. എന്നിട്ട് പിന്നെയും ഞാൻ അവൾക്ക് മെസ്സേജ് അപ്പോൾ ഇവിടെ എനിക്കൊരു കൊറിയർ ഓഫീസിൽ നിന്ന് ചോദിക്കുന്നതാണ് ഒരു വീഡിയോ എടുത്ത് അയച്ചു തന്നു. അതായത് സാധനം എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അയാൾ പറയുന്നത് 22-ാം തീയതി വന്നിട്ടുണ്ട്. 22-ാം തീയതിക്ക് മുമ്പ് തൊട്ടേ ഇവിടെ സാധനം കൊല്ലത്ത് കിടപ്പുണ്ടെന്ന് എൻ്റെ അടുത്ത് പറയുന്നത്. അതും പോട്ടെ, 22-ാം തീയതി വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പിന്നെ കുറച്ച് അപ്പുറത്താണ് ഇവിടെ താമസിക്കുന്നത്. ഇവർക്ക് ഇത് മേടിച്ചുകൊണ്ട് വന്ന് എൻ്റെ കയ്യിൽ തരാവുന്നതേ ഉള്ളൂ. ഇവളതും ചെയ്തില്ല. അന്നേരം ഞാൻ ഒന്നും ചോദിച്ചില്ല. അങ്ങനെ ഞാൻ 1-2 വട്ടം കൊല്ലത്ത് പോയപ്പോൾ ഇവിടെ ഞാൻ വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്ത് എവിടെ അടി കൊല്ലത്ത് കൊറിയർ ഓഫീസിലുണ്ടോ, ഞാൻ കയറി ചോദിക്കട്ടെ എന്നൊക്കെ ചോദിച്ച് നമുക്ക് മെസ്സേജ് അയച്ചപ്പോഴത്തേക്ക് മെസ്സേജ് നോക്കത്തുള്ളൂ, റിപ്ലൈ എടുത്തുള്ളൂ. അപ്പോൾ നെറ്റ് ഓഫ് ചെയ്ത് പോവുക. അപ്പോഴേ എനിക്ക് എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ തോന്നി. ഇനി അവൾക്ക് ലേറ്റ് ആവുന്നത് കൊണ്ട് അവൾ പറഞ്ഞ് നിൽക്കുവാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് എന്തൊക്കെയോ തോന്നിയപ്പോഴത്തേക്ക് ഞാൻ അവളുടെ അടുത്ത് പിന്നെ പറഞ്ഞ് എടി എനിക്ക് സാധനം വേണ്ട, നീ അത് റീഫണ്ട് ആക്കിയേക്കാൻ പറഞ്ഞു. റീഫണ്ട് ആക്കാൻ പറഞ്ഞപ്പോൾ ഇവൾ എന്നാൽ ശരിയടി എന്ന് പറഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഇവളുടെ അടുത്ത് പറയാം സാധനം ഇവിടെ കൊല്ലത്തല്ലടി കിടന്ന ചവറയിലായിരുന്നു എന്ന്. കൊല്ലത്ത് നിന്ന് അവളെനിക്ക് വീഡിയോ എടുത്ത് അയച്ച് തന്നിട്ടാണ് ഇത് പറയുന്നത് ഈ സാധനം ചവറയിലായിരുന്നു. അന്നേരം ഞാൻ അവളുടെ അടുത്തൊന്നും പറഞ്ഞില്ല. ശരിയെന്ന് പറഞ്ഞു, എനിക്ക് റീഫണ്ട് ചെയ്ത് എനിക്കിനി സാധനം വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അവൾ റീഫണ്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. റീഫണ്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് 3 ദിവസത്തിനുള്ളിൽ സാധനം തിരിച്ചെത്തിയിട്ട് റീഫണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞ് 3 ആഴ്ച കഴിഞ്ഞ് എന്നിട്ട് റീഫണ്ടും കിട്ടിയിട്ടില്ല. ഇവളടുത്ത് ഞാൻ റീഫണ്ട് ചോദിക്കുമ്പോഴത്തേക്ക് പിന്നെ ഇവൾ എന്ത് ചെയ്യുന്നറിയാമോ, ഓരോ സ്ക്രീൻഷോട്ടുകൾ എടുത്ത് അയച്ചു തരുമായിരുന്നു. അവരുടെ ഇപ്പോൾ അയക്കൂടി ഇത് അയക്കാമെന്ന് പറഞ്ഞാൽ ഒരു റിപ്ലൈ നോക്കുന്നില്ല, എടുക്കുന്നില്ല, അയക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു എനിക്ക് മെസ്സേജ് അയക്കുമായിരുന്നു. അപ്പോഴും ഞാൻ ഒന്നും വേണ്ടത്തില്ല. അപ്പോൾ ഇവിടെ എല്ലാവരും അടുത്ത് ചോദിച്ചു തുടങ്ങി എന്താ തരാൻ ഇത്ര താമസം, സാധനം ചോദിച്ചപ്പോൾ സാധനം തരാൻ സ്വർണ്ണമൊന്നുമല്ലോ ഉണ്ടാക്കുന്ന, ഇത്ര താമസം എന്തോ സ്വർണ്ണം തന്നെ ഒരു മാസത്തിനുള്ളിൽ ചെയ്ത് കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞ് വീട്ടിലും സംസാരമായി. അപ്പോൾ ഞാൻ ഇവിടെ അത് പറയുന്നുണ്ട്.